ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് ആദ്യം നന്ദി കരേറ്റി നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞങ്ങളുടെ വിഷയത്തിന് മറുപടി ഉണ്ട്. ഞങ്ങളുടെ ബാല്യക്കാരൊക്കെ സൗഖ്യമായി തീരട്ടെ, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നീങ്ങിപ്പോകട്ടെ. ഇന്ന് കടന്നു പോകുന്നത് നന്നായിന്ന് പറയുവാനിടയാക്കണമേ. അടിയന്റെ നാവിൽ കൂടെ വരുന്ന വാക്കുകൾ അടിയന്റെ ഹൃദയത്തിലെ ധ്യാനം സ്വർഗത്തിൽ പിതാവിന്റെ ശബ്ദം മാത്രമായി തീരണമേ. അടിയനെ ഒരു നാവായി അവിടുത്തെ കരങ്ങളിലേക്ക് വരവേൽപ്പിക്കുന്നു. അവിടുന്ന് പറയുന്ന മാത്രം പറയുവാൻ ഇന്ന് കർത്താവ് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാനിടയാക്കണം. അവിടുന്ന് മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ കർത്താവ് തന്നത് എനിക്കിത് പല കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് നമ്മുടേതായിട്ട് ചില വിഷയങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് മനുഷ്യമായിട്ട് ചിന്ത വരുന്നത്. ഇന്നത് പറയുന്നത് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ടൈറ്റിൽ തന്നെ എന്നെ കൂടെ അത്ഭുതപ്പെടുത്തുക. എന്നാൽ ഇതിന് വലിയൊരു വിഷയമാണ്. ഇത് വേദവസത്തിൽ ആഴമായി അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മോട് ഇടപെടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്തെങ്കിലുമൊക്കെ നമ്മളിൽ രൂഢമൂലമായിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് തിരുത്തണം. കർത്താവ് പറഞ്ഞു, ശാസ്ത്രിമാരും പരീക്ഷന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുക, അവർ ചെയ്യുന്ന പോലെ ചെയ്യില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് മോശയുടെ പീഠമില്ല. അന്ന് മോശയുടെ പീഠം എന്ന് പറഞ്ഞ് പീഠം അവിടെ വെച്ചുകൊണ്ട് ന്യായപ്രമാണം മാത്രമായി അതിനുള്ളത് മാത്രമായിരുന്നു പഠിപ്പിക്കുക. അതിനപ്പുറം ഒന്നും പഠിപ്പിക്കാൻ അവർക്ക് അനുവാദമില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ അതില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല. ഇന്നത്തെ ശാസ്ത്രിമാരെന്നും പരീക്ഷന്മാരെന്നും വിളിക്കുന്നവര് അവരവരുടെ പീഠത്തിൽ നിന്നുകൊണ്ട് അവരവർക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കുന്നു. അതുകൊണ്ട് അവര് പറയുന്നത് കേൾക്കുകയല്ല വേണ്ടത്, ദൈവവചനം നമ്മളോട് എന്തു പറയുന്നു. അതുകൊണ്ട് നമ്മളെ ദൈവം ന്യായം വിധിക്കുന്ന മുഴുവൻ ദൈവവചനത്തിൽ കൂടെയാണ്. നിത്യതയിൽ ചെല്ലുമ്പോൾ ഇന്നത് പറഞ്ഞുകൊണ്ടാ ഞാൻ തെറ്റിപ്പോയത്, ഞാൻ അങ്ങനെയായിരുന്നു ഒന്നും പറയാൻ ഒരു അവകാശവും ഇല്ല. ദൈവം നമ്മോട് ദൈവവചനത്തിൽ കൂടെ എന്ത് പറയുന്നുള്ളതാണ് പ്രാധാന്യം നമ്മൾ ചിന്തിക്കുന്ന. അതുകൊണ്ട് വിഷയം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാതൃസങ്കല്പം സ്വർഗത്തിൽ കൊണ്ട് നമ്മള് കുറിവാക്യമായ ഒരു വാക്യം എടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 30-ാം വാക്യം. മാത്യു ചാപ്റ്റർ 32:30. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നു, വിവാഹം കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ അതാണ് അവിടെ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ. ഫോർ ഇൻ ദ റിസറക്ഷൻ they neither marry nor are given in marriage but are like angels of God in heaven. അതിന്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയും ചെയ്യുന്നില്ല. ഒരു ചോദ്യം സദൂക്യര് പറഞ്ഞപ്പോഴാണ്. സദൂക്യരെ പറ്റി പറയുന്നത് നമ്മൾ സദൂക്യരെന്ന് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ Sadducees are sad people because they do not believe in the resurrection and life after death. സദൂക്യരുടെ പ്രത്യേകത അന്നത്തെ മഹാപുരോഹിതന്മാർ സദൂക്യ വർഗത്തിലുള്ളവരായിരുന്നു. പരീക്ഷന്മാരെന്ന് പറഞ്ഞ് ഇതാണ് ഉയർത്തെഴുന്നേൽപ്പുണ്ട്, പുനരുത്ഥാനമുണ്ട്, ഇതെല്ലാം ദൂതന്മാരുണ്ട് എന്നൊക്കെ വിശ്വസിക്കും. അതുകൊണ്ട് സദൂക്യർക്ക് നല്ല ഒരു ഉദാഹരണം കിട്ടി. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനെ കൊടുക്കാനായിട്ട്. എന്താണ്? 7 സഹോദരന്മാരുണ്ടായിരുന്നു. ആദ്യത്തെ സഹോദരന്റെ ഭാര്യ പ്രസവിക്കാത്തതുകൊണ്ട് എന്തുപറ്റി? അടുത്ത സഹോദരൻ 7 പേര് മരിച്ചു. ഈ സ്ത്രീയും മരിച്ചു. ഇവരിൽ ആർക്കാണ് ഈ ഭാര്യ ഇവൾ ഭാര്യയായിരുന്നു? ഒരു ഭയങ്കര ചോദ്യമല്ലേ. എന്നാൽ കർത്താവ് മറുപടി പറയുന്നതാണ് എന്താണ്? പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, നിങ്ങൾ ദൈവവചനം അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്നു, വിവാഹത്തിന് കൊടുക്കുകയുമില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ ഓർക്കണം, അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും കുടുംബജീവൻ നയിക്കാവുന്ന ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ അതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കും. പിന്നെ എന്താണ്? നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ദൈവത്തിനെ കറക്റ്റ് ചെയ്തു. ദൈവത്തിന്റെ വചനത്തിൽ കൂടെയാണ് നാം ചിന്തിക്കുന്നത്. സ്വർഗത്തിലെ ആരാധന വസ്തു എന്ന് പറയുന്നത് ആരാണെന്നറിയാവോ? അവിടെ ആരാധന വസ്തുവായിട്ട് ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. ആരാണെന്നറിയാവോ? നമ്മുടെ പിതാവായ ദൈവമാണ്. ആരാധനയ്ക്ക് യോഗ്യനായി പിതാവായ ദൈവമല്ലാതെ വേറെ ആരുമില്ല. ആരെയും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ കാണത്തുമില്ല. ദൂതന്മാർ ആരാധിക്കുന്നത്, വിശുദ്ധന്മാർ ആരാധിക്കുന്നതെല്ലാം ഈ ഒറ്റ വ്യക്തിയെ മാത്രമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ചിന്താഗതികൾക്കും ഒരു മാറ്റം വന്നേ മതിയാവും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്വർഗത്തിൽ നമുക്ക് മാതാവായിട്ട് ആരുമില്ല. നമ്മൾ മറക്കരുത്. പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിലെ സങ്കല്പമാണ് സ്ത്രീ പുരുഷൻ എന്നുള്ള സങ്കല്പം. ദൈവം മനുഷ്യനെ ആദ്യം വാക്യങ്ങൾ എടുക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ ഈ വാക്യങ്ങളിലൊക്കെ പോകും. 2-ാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആരെയാണ് സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യം നിർമ്മിച്ചത്? നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തിയിട്ട് അവന് ജീവശ്വാസം ഊതി അവൻ ജീവനുള്ളത് ഏകിയായി തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യം നിർമ്മിക്കപ്പെട്ടത് ആരാണ്? ചോദ്യം ചോദിച്ചതിനും കിട്ടിയാൽ ആഗ്രഹമുണ്ട്, സമയമില്ലല്ലോ.
ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യം നിർമ്മിക്കപ്പെട്ടത് ആദാമാണോ ഹവ്വയാണോ ചോദിക്കുമ്പോൾ തന്നെ അറിയാം അതൊക്കെ എന്താ എപ്പോഴും ചോദിക്കും. ആദാമും ഹവ്വയും അല്ല ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങൾ ഒന്ന് പിണക്കരുത്. കാരണം ദൈവവചനം മാത്രമാണ് ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ നിർമ്മിക്കപ്പെട്ടത് ആദാം മാത്രമാണ്. മനസ്സിലായോ? ആദാമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? സകല മൃഗജാലങ്ങളെയൊക്കെ അവിടെ ആദാമിന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവന് തക്കതായ ഒരു തുണ കിട്ടിയില്ല. അവൻ ഏകനായിരിക്കുന്നു. അവനൊരു തുണയായിട്ട് എന്തെങ്കിലും അപ്പോഴുള്ള ഒരു മൃഗങ്ങളോ ഒന്നും പറ്റത്തില്ല കൂടെ നടക്കാനും കാര്യം പറയാനും ഒന്നും പറ്റി ആരുമില്ല. ആദാമിനെ പോലെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും എന്താണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഒരുപാട് വാക്യങ്ങൾ കാണുന്നുണ്ട്. അവനെ താൻ ഇരിക്കും പോലെ നാം കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യരായിത്തീരും. അതുകൊണ്ട് ഒരു ഹവ്വയ്ക്ക് തുല്യമായിട്ടാണ് പുതിയ നിയമത്തിലെ ക്രിസ്തു സഭയെന്ന് പറയുന്നത്. മനസ്സിലാക്കുക. നാം അവനോട് തുല്യനായിത്തീരും. ഒരു മനുഷ്യനെ മനസ്സിലാക്കണമെന്നുണ്ട് ഒരു മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ. ഒരു ആനയോടോ കുതിരയോടോ ഒക്കെ പറഞ്ഞാൽ, നായ്ക്കളോട് പറഞ്ഞാൽ ഒത്തിരി സ്നേഹമൊക്കെ കാണിക്കും. പക്ഷെ നമ്മുടെ ലെവലിൽ ചിന്തിപ്പാൻ അവയ്ക്ക് കഴിയുകയില്ല. അവയൊന്നും നമുക്ക് തുല്യമായിട്ട് കരുതരുത്. നമുക്ക് തുല്യമായിട്ട്, മനുഷ്യർക്ക് തുല്യമായിട്ട്, മനുഷ്യർ മാത്രമേ അല്ലെങ്കിൽ മനുഷ്യരെക്കാളും ശ്രേഷ്ഠമായ പദവിയുള്ള ദൂതന്മാർക്കും ദൈവത്തിന് അറിയത്തുള്ളതുകൊണ്ട് ഏറ്റവും താഴെ ലെവൽ എന്ന് പറയുന്ന മനുഷ്യരുമായിട്ട് സംസാരിപ്പാൻ മനുഷ്യർ. അതുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഞാനും നിങ്ങളും അവനോട് സദൃശ്യരായിത്തീരും. നമ്മെ കാണുമ്പോൾ യേശുവിനെ പോലെ ആയിത്തീരും. അതാണ് ദൈവം നമ്മെ ഓർക്കുന്നത്. അതുകൊണ്ട് ഹവ്വായെ അതുകൊണ്ട് ഈ ആദാമിനൊരു നിദ്ര വരുത്തി, ഗാഢനിദ്ര വരുത്തിയിട്ട് ലോകത്തിൽ ആദ്യത്തെ ഓപ്പറേഷൻ നടത്തുന്നത് ദൈവമാണ്. ദൈവത്തെ സ്വന്തം കരം കൊണ്ട് എന്തെടുത്തു? വേറെ ഒരു ഭാഗം എടുത്തില്ല, ഒരു വാരിയല് മാത്രം. എല്ലാ വാരിയലും എടുത്തില്ല, ഒരു വാരിയലെടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി. നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു യുവതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവളെ നരനെടുത്തിരിക്കാൻ ഇവൾക്ക് ആരി എന്ന് പേരാകുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് മനുഷ്യന്റെ ഫാമിലി സെറ്റപ്പ് ഭൂമിയിൽ ഉണ്ടായത്. എന്നിട്ട് നിങ്ങൾ വർദ്ധിച്ച് പെരുകി മുഴുവനും നിറയാനായിട്ട് പറഞ്ഞു. നാമൊക്കെ ഇവിടെ ആയിരിക്കുന്നു, ആദാമ്യ പാരമ്പര്യത്തിൽ നമ്മൾ ആയിരിക്കുന്നു. എന്നാൽ ഒരു പാപം ചെയ്തു, ആദാം പാപം ചെയ്തുകൊണ്ട് നമ്മൾ പാപത്തിൽ ഈ ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അതിന് കൂട്ടായിട്ട് ഹവ്വയെ ദൈവം നിർമ്മിച്ചു. അതിന് തുല്യമായിട്ടാണ് ക്രിസ്തു സഭയെന്നും പറയുന്നത്. ആദാം ഏകനായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ടത് ആദാം മാത്രമാണ്. അവൻ എന്താണ്? ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും അവൻ പേരിട്ടു. അവൻ വീണു പോകുന്നതിന് മുമ്പ് ഈ ആദാം എന്താണ്? ദൈവത്തോട് സദൃശ്യനായിട്ട് ദൈവം കൂടെ വന്ന് നടക്കത്തക്കവണ്ണമുള്ളതായ യോഗ്യതയോടുകൂടെയാണ് ഈ ആദാം ഈ ഭൂമിയിലായിരുന്നത്. എന്നാൽ പാപം ചെയ്തുകൊണ്ട് എല്ലാവരും പാപത്തിനടിമകളായി തീർന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു പദ്ധതിയും ഇല്ലാത്തതുകൊണ്ട് ദൈവസ്വരൂപത്തിൽ നിർമ്മിച്ചതായ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് വലിയ കൺസേൺ ഉള്ളത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിൽ ഉള്ളതായ സ്ത്രീത്വം എന്ന് പറയുന്നത് വലിയൊരു, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പല കാര്യങ്ങളും പല ചിന്താഗതികളും പല ചിന്താധാരകളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റി അതിന് അല്ലാതെ അതിനപ്പുറമായിട്ടുള്ള ചിന്തകളൊക്കെ ലോകത്തിൽ വന്നിരിക്കുക. പിന്നെ വേറൊരു സംഗതി ഫെമിനിസം എന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് പ്രാധാന്യം വേണം. ചിലർ പറയുന്നത് ദൈവ സ്ത്രീ ആണെന്ന് പറയുന്നവർ വരെ ഉണ്ട്. കാരണം എന്നൊക്കെ ഈയിടെ ഒരു കളക്ടർ പറഞ്ഞ കെയർ ഓഫിൽ അത് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയല്ല, ആരോ ഒരു ക്രിസ്തീയ സഹോദരി 2-3 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ഇംഗ്ലീഷ് കവിതയായിരുന്നു. അതായിരുന്നെന്ന് ഇവർ പറഞ്ഞായിരുന്നുണ്ട് ഇവർക്ക് ഈ അത്രയും വലിയ പ്രയാസം വരുത്തുക. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, പല ഭാവനകളാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, കർത്താവ് നമുക്ക് എല്ലാവർക്കും എല്ലാമാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അതൊക്കെ അതിന്റെ ഇടയ്ക്ക് വന്നു എന്ന് മാത്രമേ. അതുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് ആർക്കും മാതാവില്ല. അങ്ങനെ പല വാക്യങ്ങളുണ്ട്, അതൊക്കെ എടുത്താക്കൊള്ളാൻ എനിക്ക് അറിവുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. എന്താണ്? കർത്താവിന്റെ അടുക്കലേക്ക് കർത്താവ് ഇങ്ങനെ രോഗികളെ സൗഖ്യമാക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. അപ്പോഴത്തേക്കിന് പലരും പറഞ്ഞു ഇവന് ഭ്രാന്താണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് പരാതി അമ്മയുടെയൊക്കെ അടുക്കൽ ചെന്നു. അപ്പോൾ കർത്താവിന്റെ മാതാവും സഹോദരങ്ങളും ഒക്കെ വന്നേച്ച് എന്തിനാ വന്നത് അറിയാവോ? അവനെ പിടിക്കാൻ വേണ്ടിയാണ് വന്നത്. വന്ന് നിൽക്കുമ്പോൾ കർത്താവിന്റെ അടുക്കൽ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും അവിടെ നിൽക്കുന്നു പറഞ്ഞു. ഉടനെ കർത്താവ് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാക്കളാന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പറയുന്നുണ്ടേ പറഞ്ഞു. കർത്താവ് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാവോ? എന്റെ അമ്മയും സഹോദരന്മാരും ആരാണെന്ന് ചോദിക്കും. എന്റെ അപ്പൻ ആരാണെന്നല്ല, അത് ദൈവം, പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ. എനിക്കും നിങ്ങൾക്കും എല്ലാം അപ്പനായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ്? എന്റെ അമ്മയും സഹോദരന്മാരും ആരാണെന്ന് ചോദിച്ചപ്പോൾ ഈ
അനുസരിക്കുന്നതായ ദൈവവചനം കേൾക്കുന്നവരായ തന്റെ അടുക്കൽ എപ്പോഴും വന്ന് നിൽക്കുന്ന ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എന്റെ അപ്പനെന്ന് പറഞ്ഞില്ല, മറക്കരുത്, അമ്മയും സഹോദരന്മാരും. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളതായ സഹോദരിമാര് ആരൊക്കെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നോ അവരെല്ലാം ആരാണ്? കർത്താവിന്റെ അമ്മയുടെ സ്ഥാനത്താ. മറക്കല്ലേ, നിങ്ങൾക്കൊന്നും തോന്നരുത്, ഇത് ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ പ്രാർത്ഥനാ രീതിക്കൊക്കെ മാറ്റം വരണം. നമ്മൾ ആരോട് പ്രാർത്ഥിക്കുന്നു, എന്തു പ്രാർത്ഥിക്കുന്നു അറിയാതെ നമ്മൾ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ദൈവഹിതപ്രകാരം. അതുകൊണ്ടാണ് പരിജ്ഞാനമില്ലാത്തതിനാൽ എന്റെ ജനം തെറ്റിപ്പോകുന്ന ദൈവനത്തിൽ പറയുന്നുണ്ട്, നശിച്ചു പോകുന്നു. ദൈവവചനത്തെ കുറിച്ചുള്ള ആഴമായ പരിജ്ഞാനം എനിക്ക് നിങ്ങൾക്കും വേണം. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും പ്രതിഫലം നൽകുന്നു വിശ്വസിക്കണം. ആദ്യം ദൈവം ഉണ്ടെന്നും ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അല്ലാതെ എല്ലാറ്റിനോടും പ്രാർത്ഥിക്കാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. ഒരു ദൂതന്റെ അടുക്കൽ വെളിപ്പാട് പുസ്തകം മുഴുവനും പറഞ്ഞു കേൾപ്പിക്കുന്നതായ ദൂതന്റെ അടുക്കൽ അതെല്ലാം കേട്ടേച്ച് അത്ഭുതം നിറഞ്ഞതായ യോഹന്നാൻ, അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ താഴ് വീണപ്പോൾ നമസ്കരിക്കാൻ തുടങ്ങും. ദൂതൻ പറഞ്ഞു, അരുത് അരുത്, കാരണം എന്നെ നമസ്കരിക്കരുത്, പിതാവായ ദൈവത്തെ നമസ്കരിക്കുക. കർത്താവിന്റെ അടുക്കൽ വന്ന് പിശാചി പരീക്ഷിച്ച വലിയ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നീ എന്നെ ഒന്ന് വണങ്ങി ആരാധിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് തരാം. അന്ന് പിശാചിന്റെ കയ്യിൽ ഇതൊക്കെ ആദാം വിട്ടുകൊടുത്തതുകൊണ്ട്. അപ്പൊ കർത്താവ് എന്താണ് പറയുന്നത്? നിന്റെ ദൈവമായ പിതാവായ ദൈവത്തെ അല്ലാതെ ആരെയും ആരാധിക്കുക. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യൻ സ്വർഗത്തിലും ഭൂമിയിലും ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെ അറിഞ്ഞ് ആ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അല്ലാതൊക്കെ ആരോട് പ്രാർത്ഥിച്ചാലും ചിലത് കിട്ടും, പിശാച് വന്ന് കൊണ്ടുത്തരും. ഇപ്പം ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് എല്ലാ അത്ഭുതങ്ങളും നടക്കും. മറക്കരുത്, യേശുദാസ് അങ്ങനെയായി തീർന്നതിന്റെ കാരണം അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയെന്നുള്ളതാണ്. കിട്ടും, കാരണം ഒരു ദൈവഭക്തൻ പോയി വേറെ എവിടെയെങ്കിലും പോയി ബിംബങ്ങൾ പോയി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് അതിന് കിട്ടും. കാരണം പിശാചാണ് അതിൽ പ്രവർത്തിക്കുന്നത്. കാരണം ഇവന്റെ ദൈവവിശ്വാസം തകർക്കണം, ഇവന്റെ നിത്യത നശിച്ചു പോകണം. അതുകൊണ്ട് ദൈവത്തെ അല്ലാതെ ആരെയും വണങ്ങുന്നവരായി ഞാനും നിങ്ങളും തീരരുത്. സ്വർഗത്തിൽ ഒരു മാതൃസങ്കല്പം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പക്ഷെ അതെന്താണ്? അത് പിന്നെ സ്പിരിച്വൽ മീനിങ്. സ്വർഗത്തിൽ ഒരു മാതൃസങ്കല്പം ഉണ്ടെങ്കിൽ ഒരേ ഒരു മാതൃസങ്കല്പേ ഉള്ളൂ. അത് ഈ ഭൗതികമായിട്ടുള്ളതല്ല, ജഡികമായിട്ടുള്ളതല്ല, ആരാധിക്കുവാൻ തക്കവണ്ണം ഉള്ളതല്ല, ഒറ്റ മാതൃസങ്കല്പേ ഉള്ളൂ. അതെന്താണ്? നമ്മൾ വായിക്കുകയാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യം. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. ബട്ട് ദ ജെറൂശലേം എബവ് ഈസ് ഫ്രീ, വിച്ച് ഈസ് ദ മദർ ഓഫ് us all. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു മാതാവുണ്ട്. അത് ഈ ഒറ്റ അമ്മയാണ്, വേറെ ആരുമല്ല. പുതിയ യെരൂശലേമാണ് നമ്മുടെ അമ്മ. മറക്കല്ലേ, നമുക്കൊരൊറ്റ അമ്മയേ ഉള്ളൂ. എല്ലാ ദൈവമക്കുള്ള ഒറ്റ അമ്മയേ ഉള്ളൂ, പുതിയ യെരൂശലേമാണ്. അതാണ് നമ്മുടെ മാതാവ്. എന്നാൽ ആ മാതാവിനോട് പ്രാർത്ഥിക്കാനുള്ള അവകാശം നമുക്കില്ല, കാരണം അതൊരു വ്യക്തിയല്ല. ആലലി. അപ്പൊ ഈ മാതൃസങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യന്, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ശാസ്ത്രീയമായി പറയുമ്പോൾ എ വുമൺ ഈസ് എ മാൻ വിത്ത് എ വൂംബ് ആണ്. ഗർഭപാത്രമുള്ള ഒരു പുരുഷനാണ് സ്ത്രീ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദാമിനെ ദൈവം നിർമ്മിച്ചത് അവരായിരുന്നു ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യമുള്ള വ്യക്തി, അന്നും ഇന്നും ആലലിയും. അപ്പോൾ സ്വർഗത്തിൽ യഥാർത്ഥത്തിൽ പുരുഷ സങ്കല്പം മാത്രമേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് തന്റെ ഏകജാതനായ പുത്രൻ നമ്മൾ വിശ്വസിക്കുന്നു, ഒൺലി ബിഗോട്ടൺ സൺ. ആരാണ് ഈ ബിഗോട്ടൺ സണ്ണിനെ ജനിപ്പിച്ചത്? പിതാവായ ദൈവമാണ്. അപ്പൊ നമ്മുടെ ധാരണയിൽ ഒരു കുഞ്ഞ് ജനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയിൽ കൂടെ മാത്രമേ ജനിക്കാനൊക്കത്തുള്ളൂ, ഒരു ഗർഭപാത്രത്തിൽ കൂടെ മാത്രമേ ജനിക്കാൻ കഴിയത്തുള്ളൂ. അതിന് ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട്. 40 ആഴ്ച കഴിയുമ്പോഴേ പൂർണ്ണ വളർച്ചയാകത്തുള്ളൂ. അപ്പോൾ പ്രസവിക്കും. അങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നത്. അതുകൊണ്ടല്ലയോ ചില മതങ്ങൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് എങ്ങനെ മകനുണ്ടാകുന്നത് ചോദിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഏകൻ തന്നെയാണ്. ദൈവത്തിന് ദൈവപുത്രനായ ക്രിസ്തു ഉണ്ടായത് വേറെ ആരിൽ കൂടെ അല്ല, ഈ ലോകത്തിൽ നടക്കുന്ന പോലെ ഒരു ഗർഭധാരണത്തിൽ കൂടെ അല്ല. പിതാവായ ദൈവം പ്രസവിച്ചതല്ല. മറക്കരുത്. നമ്മുടെ വിചാരം പ്രസവിച്ചാൽ മാത്രമേ മക്കൾ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള. എന്നാൽ നമുക്കറിയാം, ജീവജാലങ്ങള്, അത് ഈ സസ്യങ്ങളെ ഒക്കെ നോക്കിയാൽ അറിയാം എന്താണ്. അല്ലാതെ ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് കെട്ടിവെച്ചാൽ അതങ്ങ് വളരും. ആ കൊമ്പ് കൊണ്ടുണ്ടാതിനെ നമ്മൾ അതിനെ ആദ്യത്തേനെ പേരന്റ് ട്രീ എന്നും വിളിക്കും,
അതിന്റെ തലമുറ എന്നും വിളിക്കും. എന്നാൽ എങ്ങനെയാണത് ഉണ്ടായത്? ആ വലിയ മരത്തിൽ നിന്നുണ്ടായതാണ്. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നവൻ പിതാവിൽ എന്നേക്കും ഉണ്ടായിരുന്നവനാണ് ക്രിസ്തു. പിതാവിന്റെ വചനമാകുന്ന ഘടകമാണ് ക്രിസ്തു. അപ്പോൾ തന്റെ ഏകജാനം എന്ന് പറയുമ്പോൾ താൻ പ്രസവിച്ചവനല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ ആത്മീകമായിട്ട് പിതാവിന് പുറപ്പെട്ടവനാണ് കർത്താവ്. പിതാവിൽ എന്നേക്കും ഉണ്ടായിരുന്നവനും. അതുകൊണ്ട് ദൈവം ഏകനെന്ന് നമ്മൾ പറയാൻ കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം. തൃത്വം എന്നൊരു വാക്ക് പോലും വേദപുസ്തകത്തിലില്ല. നമുക്കത് മനസ്സിലാകാൻ വേണ്ടി തൃത്വം നമ്മൾ ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ശരീരവും മനസ്സും ആത്മാവും ഉള്ളതുപോലെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം. അതുകൊണ്ട് സ്വർഗത്തിൽ നമുക്കാർക്കും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരു മാതാവുമില്ല, ഒരു വിശുദ്ധന്മാരുമില്ല. അവരെല്ലാവരും ആരാധിക്കുന്ന ആരോടാണ്? പ്രാർത്ഥിക്കുന്ന ആരോടാണ്? പിതാവായ ദൈവത്തോട് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ അമ്മ എന്ന് പറയുന്നത് മീതെയുള്ള യെരൂശലേമാ സ്വതന്ത്രയാകുന്ന അവൾ തന്നെ നമ്മുടെ അമ്മ. വെളിപ്പാട് പുസ്തകത്തിൽ എല്ലാം വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പുതിയ യെരൂശലേം ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. എപ്പോഴാണ്? ഇപ്പോഴുള്ള ഈ കാണുന്ന ആകാശവും ഭൂമിയും എല്ലാം ഒഴിഞ്ഞു പോകും, ഇല്ലയോ? നമ്മൾ പാർക്കുന്ന, കാരണം ഇത് പാപം നിറഞ്ഞതാണ്, ശത്രു ഇവിടെ പ്രവർത്തിച്ചുള്ളത്. അതുകൊണ്ട് അശുദ്ധിയുടെ എത്ര വിശുദ്ധീകരിച്ചാൽ ഇത് പൂർണ്ണമായി വിശുദ്ധമായി തീരത്തില്ല. 1000 ആണ്ട് വാഴ്ച കർത്താവ് ഈ ഭൂമിയിൽ വാഴുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി നടക്കാൻ പോകുന്ന സംഭവം അതാണ്. പെട്ടെന്ന് നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരും. അവിടെ കുഞ്ഞാടിന്റെ കല്യാണം നടക്കും. നാം അതിലേക്ക് കടന്നു വരും. എന്നിട്ട് ആ 7 വർഷം കഴിയുമ്പോഴത്തേക്കിന് നാം എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരും. ഒലിവുമലയെ കർത്താവിന്റെ പാദം ചവിട്ടും. ഒലിവുമല 2ആയി പിരിയും. അത് കടന്ന് പിശാചിനെയും അവനെ പിടിച്ചു കെട്ടിയിടും, അഗാധ കൂപത്തിലിടും. എന്നിട്ട് അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചനെയും എല്ലാം നശിപ്പിക്കും. ഹല്ലേലൂയ. എന്നിട്ട് ഒരു രാജാവ് നീതിയോടെ വാഴും. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോഴും അപ്പോഴത്തേക്കിന് എന്ത് ചെയ്യും? പിശാചിനെ വീണ്ടും അഴിച്ചുവിടും. അവൻ വന്ന് ദൈവജനത്തിനെതിരായിട്ട് വരും. പിന്നെ ഈ ലോകം പാപം കൊണ്ട് നിറയണം. ഒടുവിൽ ഈ ഭൂമിയെ മൊത്തം, ഈ കാണുന്ന ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്നാണ് രേഖപ്പെടുന്നത്. പിന്നെ എന്താണ്? പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആ പുതിയ ഭൂമി എന്ന് പറയുന്നത് ഏറ്റവും വലിപ്പമേറിയതായിരിക്കും. നമ്മുടെ ഇമാജിനേഷൻ അപ്പുറമാണ്. ഈ ഭൂമിയേക്കാൾ അനേക മടങ്ങ് വലിപ്പമേറിയ ഏറ്റവും സുന്ദരവും വിശുദ്ധമായിട്ടുള്ളതാണ് പുതിയ ഭൂമി. ആ ഭൂമിയിലേക്ക് ഇപ്പോൾ ഈ യെരൂശലേം നിൽക്കുന്നുണ്ടല്ലോ. അതായത് അടിമത്തത്തിൽ ഇരിക്കുന്ന ഹാഗാർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ യെരൂശലേമാണ്. ദാസിയുടെ എന്ന വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഗലാത്യ ലേഖനത്തിൽ മുഴുവനായിട്ട് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദാസിയുടെ അനുഭവം, ഹാഗാറിന്റെ അനുഭവത്തിലാണ് ഇന്നത്തെ യെരൂശലേം ആയിരിക്കുന്നത്. അത് അടിമയായിരിക്കുന്നു. ഇന്ന് അവിടെ യെരൂശലേമിന്റെ സ്ഥാനത്ത് വേറെ ആലയങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഈ കാണുന്ന യെരൂശലേം എന്ന് പറയുന്നത് അതൊരു നിഴൽ മാത്രമാണ്. എന്നാൽ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പുതിയ യെരൂശലേമുണ്ട്. അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1200 മൈല് നീളം, 1200 മൈല് വീതി, 1200 മൈല് ഉയരമുള്ളതായ ആ വലിയ ഒരു സംഭവം എന്ന് വിളിക്കുക. എന്നത്തെ പുതിയ വാക്കുകൾ പിതാവിന്റെ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ ഉണ്ടത്. ആ പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു. അവിടെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് വേറെ സൂര്യന്റെ ആവശ്യമില്ല. ദൈവം താൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ആ പുതിയ യെരൂശലേമിൽ നമ്മൾ വാഴാൻ പോവുകയാണ്. ദൈവം അതിന്റെ പ്രകാശമായിരിക്കും. കുഞ്ഞാട് അതിന്റെ വെളിച്ചമായിരിക്കും. വേറെ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. എന്താണ് അതിന്റെ എല്ലാ കാര്യങ്ങളും? അടിസ്ഥാനങ്ങളെ പറ്റി പറയുന്നു, 12 അടിസ്ഥാനങ്ങളെ പറ്റി പറയുന്നു, ഗോപുരങ്ങളെ പറ്റി പറയുന്നു, അപ്പോസ്തലന്മാരുടെ പേരെഴുതിയിരിക്കുന്ന പറയുന്നു. ഇതെല്ലാം ഓരോ അടിസ്ഥാനങ്ങളും ഓരോ രത്നങ്ങളാണെന്ന് പറയുന്നു, മുത്തുകളാണെന്ന് പറയുന്നു. അതുപോലെ അതിന്റെ വീതി മുഴുവനും തങ്കമാണ്, തനിത്തങ്കമാണ്. എത്രയോ നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ടും വർണ്ണനാതീതമായിട്ടുള്ളതാണ് പുതിയ യെരൂശലേം. ആ പുതിയ യെരൂശലേമിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതാകും നമ്മുടെ അമ്മ. അപ്പോൾ അതിനകത്തെ അമ്മ സങ്കല്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരമ്മയെന്ന് നമ്മളെ വിളിക്കുന്നത് എന്താണ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞായിരിക്കുന്നുകൊണ്ടാണ് നമ്മൾ ആ വ്യക്തിത്വത്തെ അമ്മയെന്ന് വിളിക്കുന്നത്. ഇപ്പൊ അപ്പനൊരു ഗർഭപാത്രം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അപ്പനായി തീർന്നേ അമ്മയും കൂടെ ആയിപ്പോയേ ആഹലി. ഇപ്പോൾ ഗർഭപാത്രമുള്ള ഒരു വ്യക്തി, ആ ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിനെ അമ്മയെന്ന് വിളിക്കുന്നത്. നാം എല്ലാം പുതിയ യെരൂശലേമിന്റെ ഗർഭത്തിലായിരിക്കും, എന്നേക്കുമായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് പുതിയ യെരൂശലേമിനെ അമ്മയെന്ന് വിളിക്കുന്നത്. അവളാകുന്നു നമ്മുടെ അമ്മ. അപ്പോൾ സ്വർഗത്തിലെ മാതൃസങ്കല്പം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നിങ്ങൾ മനസ്സിലായിക്കോണം. സ്വർഗത്തിൽ ആരെയും നമുക്ക് മാതാവെന്ന് വിളിക്കുവാൻ അനുവാദമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം മാതാക്കളാണ്. ഒരു ഉദാഹരണം പറഞ്ഞ യേശുവിന്റെ അമ്മ കന്യക മറിയം, ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്താണ്?
നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുന്നു പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോ കന്യാമറിയവനുണ്ടായിരുന്ന ആകെ സംശയം എന്താണെന്നറിയാവോ? ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? കാരണം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം, ഒരു പുരുഷനുമായിട്ടുള്ള ബന്ധമില്ലാതെ എങ്ങനെയാണ് ഒരു പൈതൽ ഉണ്ടാകുന്നത്. ഉടനെ ദൂതൻ പറഞ്ഞു, ദൈവത്തിന് സകലവും കഴിയും, പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൂതൻ പറഞ്ഞു പോയ ആ സെക്കൻഡ് കഴിയുന്നതോടുകൂടി അവൾ ഗർഭം ധരിച്ചിരിക്കുകയാണ്. കാരണം ദൈവ മനുഷ്യനായിട്ട് ഒരു ഗർഭസ്ഥ എംബ്രിയോ ആയിട്ട് ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ ഉള്ളതായ പൂർണ്ണ മനുഷ്യനായിട്ട് അവളുടെ ഗർഭത്തിൽ നിക്ഷേപിക്കപ്പെടുകയാണ്. ആ കുഞ്ഞാണ് വളർന്ന് നമ്മുടെ സ്വന്തം തുല്യമായ ശരീരമെടുത്ത്, കാരണം നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ, തകർക്കപ്പെടുവാൻ, നാം ശരീരത്തിൽ അനുഭവിക്കേണ്ട എല്ലാ ശിക്ഷാവിധിയും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുവാൻ വേണ്ടി ജഡമെടുത്ത് വന്നവനാണ് കർത്താവ്. എന്നാൽ ഈ മറിയ പറയാണില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, വേറൊരാളെ നോക്കിക്കോളാൻ പറഞ്ഞ വേറൊരാളെ നോക്കിയനെ. ഉടനെ പറഞ്ഞ റെസ്പോൺസ് എന്താണ്? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരാണ് അമ്മ എന്നുള്ള പേര് വിളിക്കാൻ യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്നവരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്റെ അമ്മ ആരാണ്, സഹോദരങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അമ്മയുടെ സ്ഥാനത്തും സഹോദരങ്ങളുടെ സ്ഥാനത്തുമാണ്. നിങ്ങൾ മറക്കരുത്. ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ, ആഴമായ വിഷയങ്ങൾ ഈ ദൈവവചനത്തിലുണ്ട്. എന്നാൽ പലർക്കും അത് മനസ്സിലാകാതെ കിടക്കുന്നുണ്ട്. പല ഇടങ്ങളിൽ പോയി മുട്ടി തകരുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥന ദൈവം കേൾക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവഹിതപ്രകാരം എന്ത് ചോദിച്ചാലും ദൈവം തരുമെന്ന് പറയും. നമ്മൾ ദൈവഹിതപ്രകാരം അല്ലാതെയും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാതെയും കാര്യം സാധിക്കാൻ വേണ്ടി ആരോടെങ്കിലും എന്തിനോടെങ്കിലും പ്രാർത്ഥിച്ചാൽ ദൈവഹിതമല്ല. കാരണം ദൈവം കൊടുത്ത 10 കൽപ്പനയിൽ പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രാർത്ഥന കേൾക്കുന്ന വ്യക്തിയാണ്. ആരാധന വസ്തുവായിട്ട് ദൈവമല്ലാതെ, പിതാവായ ദൈവമല്ലാതെ ആരുമില്ല. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത് ഒരു വിഗ്രഹം ഉണ്ടാകും, സ്വർഗത്തിലുള്ളതിന്റെ ഭൂമിയിലുള്ളതിന്റെ ഒന്നിന്റെ ഒരു രൂപം പാടില്ല. എന്തിനു വേണ്ടി? ആരാധിക്കാൻ വേണ്ടി ഒരു രൂപവും ഉണ്ടാക്കരുത്. ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനയാണ്, മാറ്റമില്ലാത്ത എന്നേക്ക് നിലനിൽക്കുന്ന കൽപ്പനയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ നാമം നിങ്ങൾ വൃഥാ എടുക്കരുത്. എന്റെ നാമം വൃഥാ എടുക്കുന്നവനെ ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത്, എന്തെങ്കിലുമൊക്കെ ദൈവമാക്കി വെക്കരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മറുപടി ലഭിക്കാത്തത് ആരോടൊക്കെയോ എന്തിനോടൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെ ചെന്നാലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി പോകുന്നവരായി തീരരുത്. ഈ ലോകത്തിന്റെ പുറകിന് പോകാനുള്ള ഒരു പരീക്ഷണമുണ്ട്. ലോകത്തിന്റെ ധനത്തിന്റെ, മനുഷ്യരുടെ പുറകിന്, ലോകത്തിന്റെ സമ്പന്നന്മാരുടെ പുറകിന്, ഒന്നിന്റെയും പുറകിന് പോകരുത്. ദൈവത്തിന്റെ വചനം അതാണ് നാം അനുസരിക്കേണ്ടത്. അതുകൊണ്ട് നാം ഇതാണ് വളരെ വ്യക്തമായിട്ട്. എന്നിട്ട് ഉൽപ്പത്തി പുസ്തകം 1:27 ദൈവം നമ്മൾ തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യൻ നിർമ്മിച്ചെന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 11:8 വായിക്കുന്നു, പുരുഷൻ സ്ത്രീ നല്ലല്ലോ, സ്ത്രീ പുരുഷന് അത്രേ ഉണ്ടായത്. ഇതൊക്കെ വിവരിച്ചു പോകാൻ സമയമില്ല. അതുകൊണ്ട് മാതൃസങ്കല്പം സ്വർഗത്തിൽ, മാതൃത്വം സ്വർഗത്തിൽ. എന്താണ്? സ്വർഗത്തിലെ സ്ത്രീത്വം എന്ന് പറയുന്നത് ആലങ്കാരികം മാത്രമാണ്. മനസ്സിലായോ? ഹൗവ എന്ന് പറയുന്ന ആദാമിൽ അടങ്ങിയിരിക്കുകയായിരുന്നു. ദൈവം സൃഷ്ടിച്ചപ്പോൾ ഹൗവ ആദാമിൽ ഉണ്ടായിരുന്നെന്ന് പറയാം. അതിന്റെ അർത്ഥം ഒരു സ്ത്രീയായിട്ടോ വേറൊരു ഭാഗമായിട്ടുണ്ടായിരുന്ന മുറിച്ചെടുത്തെന്നല്ല. അതിന്റെ സ്പിരിച്വൽ മീനിങ്ങില് ഈ ആദാമിൽ നിന്നാണ് ഈ ഹൗവയെ എടുത്തത്. അതുപോലെയാണ് ഇന്ന് സഹോദരിമാരും സഹോദരന്മാരും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നാം എല്ലാവരും യേശുവിന് തുല്യരായിരിക്കും. പിന്നെ തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റണം. അതാണ് നമ്മുടെ ലോകത്തിന്റെ കാര്യങ്ങൾ നോക്കിയാൽ നമുക്കറിയാം. ഒരു ആർമിയിലെ ഓഫീസേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരിക്കട്ടെ. പണ്ടൊക്കെ ആയിരുന്നുണ്ടെ ആണുങ്ങൾ മാത്രമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. എന്നാൽ ഇന്ന് സ്ത്രീകളും ഉണ്ട്. അപ്പോൾ പോലീസിലെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന പോലീസുകാര് ദൂരെ നിന്ന് നോക്കിയാൽ സ്ത്രീയാണോ പുരുഷനാണോ നമുക്ക് തിരിച്ചറിയത്തില്ല. ശരിയല്ലോ? എല്ലാവരുടെയും വേഷം ഒരുപോലെയാണ്. അടുത്ത് വരുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് ഇത് സ്ത്രീയാണ്, ഇത് പുരുഷനാണ്. അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഇന്ന സഹോദരി ആരും നമുക്ക് അടുത്ത് ചെല്ലുമ്പോൾ തിരിച്ചറിയാം. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ ഇരിക്കും. എല്ലാവരെയും തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ അമ്മയെ അറിയാൻ പറ്റും, സഹോദരിമാരെ എല്ലാം തിരിച്ചറിയാൻ പറ്റും. എന്നാൽ നമ്മുടെ സഹോദരിമാരും നമ്മുടെ ഈ ലോകത്തിലുണ്ടായിരുന്ന അമ്മയെ ആരൊക്കെ സ്വർഗത്തിൽ ചെല്ലുന്നു ഇവരെല്ലാം ഒരുപോലെ ഇരിക്കും. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. ഞാനും നിങ്ങളും പ്രകാശധാരികളായി തീരും. അവിടെ സ്ത്രീ എന്ന് പറയുന്ന ഒരു ബലഹീന പാത്രം അല്ല.
മനസ്സിലാകണം. സ്ത്രീ എന്താണ് ബലഹീന പാത്രമായി തീർന്നത്? അവളുടെ അനുസരണക്കേടുന്ന മാത്രം. പുരുഷനേക്കാൾ അല്പം താഴ്ത്തി പുരുഷൻ നിന്റെ തലയായിരിക്കുന്നുള്ള കൽപ്പനയെല്ലാം വന്നത് ആ പാപം വന്ന ശേഷമാണ്. എന്നാൽ ഇന്ന് ഉള്ളതായി സ്ത്രീയും പുരുഷനും എല്ലാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനോട് സമരായി തീരും. അതുകൊണ്ട് പുരുഷന് കുറച്ച് കൂടുതൽ ജോലി ചെയ്യാനുള്ള കഴിവും കപ്പാസിറ്റിയും മസിലും ഒക്കെ ഉള്ളവരായിട്ട് ഈ ഭൂമിയിലാണ് ഉള്ളത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും ദൈവദൂത തുല്യരായി തീരും. നാം അവനെ മുഖമായി കാണും, നാം അവനെ ആരാധിക്കും. അവിടെ ഭാര്യാഭർത്തൃ ജീവിതമില്ല, അവിടെ ആർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തുമില്ല. സ്വർഗത്തിൽ ചെല്ലും, മറന്നുപോകല്ലേ. അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് കുടുംബജീവിതമോ തല മതങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജഡത്തിന് സ്വർഗത്തിൽ പ്രവേശനമില്ലെന്ന് പറയുന്നത്. ഹാലലിയ. അതുകൊണ്ട് ജഡമോഹം, കൺമോഹം ജീവനത്തിന്റെ പ്രതാപം. അതുപോലെ മോഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ അല്ല. ഇത് ഈ കാണുന്ന ഭൂമി അങ്ങ് നശിച്ചു പോകാൻ പോവുകയാണ്. എന്നാൽ സ്വർഗത്തിൽ എന്താണ്? നാം ദൈവതുല്യർ. അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ, അവിടെ ദുഃഖമില്ല, അവിടെ മുറവിളിയില്ല, അവിടെ എന്താണ് മക്കൾ ഉണ്ടാകുന്നില്ല, മക്കളെ വളർത്തേണ്ട കാര്യമില്ല. ഹാലലിയ. അതുകൊണ്ടല്ലയോ ആദാമിനെ വേണേ ദൈവം സൃഷ്ടിച്ചപ്പോ കുഞ്ഞുങ്ങൾ വളർന്നേ ഒരാൾ അകത്തുള്ളതുണ്ടായിരുന്നുണ്ട്. ആദാമിനെ ഒരു ശിശുവായിട്ടേ ദൈവം ഉണ്ടാക്കത്തുള്ളായിരുന്നു. അങ്ങനെയല്ല, ആദാമിനെ പൂർണ്ണ മനുഷ്യനായിട്ട് ഉണ്ടാക്കിയത്. സ്വർഗത്തിലെ ദൂതന്മാരാരും ജനിച്ചു കുഞ്ഞുങ്ങളായിട്ടില്ല. നമ്മുടെ ഭാവനയിലാണ് പെൺദൂതനും ആൺദൂതനും കൊച്ചു കുഞ്ഞുങ്ങൾ ദൂതരായിട്ടൊക്കെ നമ്മുടെ ഭാവനയിലാണ്. സ്വർഗത്തിൽ ദൂതൻ പറഞ്ഞ അവന്റെ ശ്വാസത്താലാണ് സ്വർഗത്തിലെ സകല സൈന്യമുളവായത്. ഈ ദൂതന്മാരെന്ന് പറയുന്നത് ശക്തന്മാരായിട്ടുള്ളവരാണ്. ദൈവത്തിന്റെ ശ്വാസത്താൽ അതേ വളർച്ചയോടുകൂടിയാണ് ഉരുവായത്. ഞാനും നിങ്ങൾ ശിശുക്കളായിട്ട് ഇവിടുന്ന് മരിക്കുന്നവരും അവിടെ ചെല്ലുമ്പോൾ അവരെ യൗവനക്കാരായിരിക്കുമ്പോൾ ഏതവസ്ഥയിലായിരുന്നേ അതുപോലെ ഞാനും നിങ്ങളും ആയിത്തീരും. ആ കുഞ്ഞുങ്ങളാണെങ്കിലും ആയിത്തീരും. കാരണം സ്വർഗത്തിൽ യാതൊരു വ്യത്യാസമില്ല. ദൈവം നമ്മുടെ പിതാവ്. എന്നിട്ട് തന്നെ പറയുന്നുണ്ട്, കർത്താവിനെ പറ്റി പറയുന്നുണ്ട്, സകലവും തനിക്ക് കാൽക്കീഴാക്കിയ ശേഷം തനിക്ക് സകലവും കീഴ്പ്പെടുത്തിയവന് കർത്താവ് കീഴ്പ്പെട്ടിരിക്കും. സകലവും ക്രിസ്തുവിൽ കൂടെ ഒന്നായി ചേർക്ക എന്നുള്ളതാണ് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്ന് പറയും. അപ്പോൾ പുത്രൻ എല്ലാറ്റെയും തനിക്ക് കീഴ്പ്പെടുത്തും. അതിനുശേഷം പുത്രൻ താനും പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. ആദ്യം എങ്ങനെയായിരുന്നു? അപ്പോൾ ദൈവമാണ് സകലത്തിനും മേലായിട്ടുള്ളവൻ. ദൈവത്തെയാണ് നാം സ്തുതിക്കേണ്ടത്. അവന്റെ സന്നിധിയിലാണ് സന്തോഷ പരിപൂർണതയുള്ളത്. അതുകൊണ്ട് ദൈവസങ്കല്പത്തില് ഇത് കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവസങ്കല്പം വേറെ വല്ലതുമാണെങ്കിൽ തിരുത്തിക്കോണം. ഇന്ന് ഒരു ബൈബിൾ സ്റ്റഡി ആയി തീരണം. ഇന്ന് നിങ്ങൾ ആ കാര്യത്തിൽ ഒരു അറിവ് സമ്പാദിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, നിന്നെ അല്ലാതെ ഞാൻ അന്വേഷിക്കുന്നില്ല. സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല. അപ്പോസ്തലന്മാരോട് പ്രാർത്ഥിക്കാൻ അവരും നമ്മെ പോലെ ദൈവത്തെ ആരാധിക്കുന്നവർ. അവരുടെ കാലിലെങ്ങാനും പോയി വീണാൽ ദൂതം പറഞ്ഞതുപോലെ അതിനേക്കാൾ ശക്തമായിട്ട് പറയും. ഏലിയാവിന്റെയോ മോശയുടേതോ ഒന്നും വേണ്ട, കന്യാമറിയത്തിന്റെയോ പോയി പാദത്തിൽ വീണാൽ അവരെല്ലാം ശാസിക്കും. അവിടെ അമ്മയായിട്ട് ആരുമില്ല. അമ്മയായിട്ടുള്ളത് എന്താണ്? ആത്മീയമായ ദൈവസങ്കല്പം. അമ്മയുടെ സങ്കല്പം എന്ന് പറയുന്നത് പുതിയ യെരൂശലേമാണ്. അതല്ലാതെ നമുക്ക് സ്വർഗത്തിൽ അമ്മയെന്ന് ഉള്ള പേരിൽ ആലങ്കാരികമായിട്ടൊരു ഭാഷയാണ്. പിന്നെ എന്താണ് ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ മധ്യാകാശങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കല്യാണം നടക്കുന്നു പറഞ്ഞുകൊണ്ടാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ. എന്തുവായി കല്യാണം? യേശു ക്രിസ്തു മണവാളനുമാണ്, ക്രിസ്തു സഭ മണവാട്ടിയാണ്. അവൾ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. എന്തുവായി സ്വർഗത്തിലെ കല്യാണം? ഈ ഭൂമി നടക്കുന്ന പോലെ കല്യാണമൊന്നുമല്ല. പുരുഷന്റെ കരം പിടിച്ച അല്ല സ്ത്രീയുടെ കരം പിടിച്ച് പുരുഷന്റെ കയ്യിൽ കൊടുക്കുന്നു. പിന്നെ എന്താണ്? അവർക്ക് മക്കൾ ഉണ്ടാകുന്നു. അതൊന്നും അല്ല പ്രിയമുള്ളവരെ. കല്യാണത്തിന്റെ അർത്ഥം വേദവസ്തത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞ കർത്താവ് തന്നെ പറഞ്ഞു, ഇരുവരും ഒരു ദേഹമായി തീരും, ഇനി അവർ രണ്ടല്ല. ആ ഒരു അനുഭവമാണ് വിവാഹം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവപുത്രനുമായിട്ട് ചേർന്ന് നാം ഒന്നായി തീരും. പിന്നെ ഞാനും ദൈവവും അല്ലെങ്കിൽ നാമും ദൈവത്തും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അത് നാം ക്രിസ്തു നമ്മുടെ തലയും നമ്മൾ ശരീരമായി തീരും. അതാണ് സ്വർഗത്തിലെ വിവാഹം. മറക്കല്ലേ. അല്ലാതെ വിവാഹം കഴിച്ചേച്ച് പിന്നെ യേശുവിനും സഭയ്ക്കും ചേർന്ന് കുറെ മക്കളൊക്കെ ഉണ്ടാകുന്നൊക്കെ ഉള്ള ധാരണ വല്ലോ ബാലിശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിൽ നിന്ന് മാറണം. സ്വർഗം എന്ന് പറയുന്നത് ഈ ലോകത്തിന് എത്രയോ വ്യത്യാസമാണ്. നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.